ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഞായറാഴ്ചയാണ് ആരംഭിക്കുന്നത്. ആദ്യ മത്സരത്തിൽ തകർപ്പൻ വിജയം നേടിയ ഇന്ത്യ പരമ്പരയിൽ ഇപ്പോൾ 1-0 മുന്നിലാണ്. രണ്ടാം ടെസ്റ്റിലും വിജയിച്ചുകൊണ്ട് പരമ്പര തൂത്തുവാരാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. രണ്ടാം ടെസ്റ്റിൽ ശ്രീലങ്കയെ നേരിടാനിറങ്ങുന്ന ഇന്ത്യയുടെ പ്ലെയിൻ 11-ൽ സർപ്രൈസ് മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. ആഭ്യന്തര ക്രിക്കറ്റിൽ പരിചയസമ്പന്നനായ സാരാംശ് ജെയിന് ഇന്ത്യ അരങ്ങേറ്റത്തിനുള്ള അവസരം ഒരുക്കിയേക്കും. പരിക്കുപറ്റിയ വാഷിംഗ്ടൺ സുന്ദറിന് പകരമായിട്ടാണ് സാരാംശ് ഇന്ത്യയുടെ സ്ക്വാഡിൽ ഇടം പിടിച്ചത്. കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തിൽ നിറം മങ്ങിയ സ്പിന്നർ കുൽദീപ് യാദവിനെ ഒഴിവാക്കി പകരം സാരാംശിനെ ടീമിന്റെ പ്ലെയിൻ 11-ൽ ഉൾപ്പെടുത്താനാകും ഇന്ത്യയുടെ അടുത്ത നീക്കം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ഇതിഹാസ താരമായ സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡിനോട് ഒപ്പമെത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ട് താരമായ ജോ റൂട്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ നേടി 68 അർദ്ധ സെഞ്ചുറികൾ നേടി പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. ഇപ്പോൾ ഇതാ പാകിസ്ഥാനെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ ടെസ്റ്റിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് ജോ റൂട്ട് തൻ്റെ ടെസ്റ്റ് കരിയറിലെ 68ാമത്തെ അർദ്ധ സെഞ്ചുറി നേടി സച്ചിൻ്റെ ഈ റെക്കോർഡിനോട് ഒപ്പമെത്തിയിരിക്കുകയാണ്. താമസിയാതെ തന്നെ സച്ചിൻ്റെ ഈ റെക്കോർഡ് ജോ റൂട്ട് മറികടന്നേക്കും. പാകിസ്ഥാനെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട സ്കോർ കണ്ടെത്തിയിരിക്കുകയാണ്. രണ്ടാം ദിനം കളി നിർത്തിയപ്പോൾ ഇംഗ്ലണ്ട് 8 വിക്കറ്റ് നഷ്ടത്തിൽ 366 റൺസ് നേടിയിട്ടുണ്ട്. ഇതോടെ പാകിസ്ഥാനെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ 195 റൺസിന്റെ ലീഡാണ് ഇംഗ്ലണ്ട് നേടിയിരിക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ പാകിസ്ഥാൻ 171 റൺസിന് ഓൾ ഔട്ടായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ഹാരി ബ്രൂക്ക് 9 റൺസിന് അകലെയാണ് താരത്തിന് സെഞ്ചുറി നഷ്ടമായിരിക്കുന്നത്. 91 റൺസ് നേടിയ ഹാരി ബ്രൂക്കാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിലെ ടോപ്പ് സ്കോറർ ബാറ്റർ. ഇംഗ്ലണ്ടിന്റെ മധ്യനിരയിലെ 4 ബാറ്റർമാർ അർദ്ധ സെഞ്ചുറി നേടിയതാണ് ഇംഗ്ലണ്ടിന് ഭേദപ്പെട്ട സ്കോർ നേടാൻ കഴിഞ്ഞത്. പാകിസ്ഥാന് വേണ്ടി അലി ഉസ്മാൻ 5 വിക്കറ്റാണ് ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയത്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനും തൃശൂർ ടൈറ്റൻസിനും വിജയം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിനെതിരെ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിന്റെ വിജയമാണ് തൃശൂർ ടൈറ്റൻസ് സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റിനെ 137 റൺസിന് ഒതുക്കിയ തൃശൂര് 16ാം ഓവറിൽ തന്നെ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയ റൺ മറികടക്കുകയായിരുന്നു. രണ്ടാം മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിനെതിരെ നടന്ന മത്സരത്തിൽ 31 റൺസിന്റെ വിജയമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി 5 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കൊല്ലത്തിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ.